സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് ബി.ജെ.പി വക്താവ് റജി ലൂക്കോസ് ആണ്. സാർ സ്വാഗതം. താങ്ക് യു. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു 0-ൽ നിന്ന് 3 സീറ്റിലേക്ക് ബി.ജെ.പി കേരളത്തിലേക്ക് എത്തി. അതിൽ താങ്കൾക്കൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. സല്യൂട്ട് ഭാരതിന്റെ ഒരു വീഡിയോയിലാണ് താങ്കൾ പറഞ്ഞത് സർപ്രൈസുകൾ ഉണ്ടാകും. ചാത്തന്നൂർ പോലൊരു മണ്ഡലത്തിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല. അതിന് പ്രത്യേക അഭിനന്ദനം ആദ്യം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? പൊതുവിൽ ബി.ജെ.പി നടത്തിയൊരു മുന്നേറ്റത്തെ ലഘുവായി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബി.ജെ.പി വലിയൊരു മുന്നേറ്റമാണ് കേരളത്തിൽ കാഴ്ചവെച്ചിരുന്നത്. ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങളിൽ പലരും ബി.ജെ.പി അവഗണിക്കുമായിരുന്നു. ബി.ജെ.പി എന്തോ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണ് മത്സരിക്കുന്നത്. അത് ബി.ജെ.പിയെ ഭയന്നുകൊണ്ടായിരുന്നു അവരുടെ ആ ഒഴിവാക്കലും ആ അധിക്ഷേപങ്ങളും. അതിനുള്ള മറുപടിയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ നൽകിയിരിക്കുന്നത്. ബി.ജെ.പി ഇന്ന് 3 സീറ്റ് കൈവരിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവല്ലയിൽ അനൂപാന്യ ഉൾപ്പെടെയുള്ളവർ നേടിയ വലിയ കുതിപ്പ്, പാലായിൽ ഷോൺ ജോർജ് നേടിയ 33,000 വോട്ടുകൾ. അങ്ങനെ കേരളത്തിലെ നിരവധി ഇടങ്ങളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്ത് വരികയും നേമത്തും അതുപോലെ കഴക്കൂട്ടത്തും ചാത്തന്നൂരും വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥ പ്രതിപക്ഷമായി ഇനി കേരള നിയമസഭയിൽ വരാൻ പോകുന്നത് ബി.ജെ.പി ആയിരിക്കും. കരുത്തരായ 3 എം.എൽ.എമാര് ബി.ജെ.പിക്ക് നിയമസഭയിൽ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന CPM-ന്റെ ദുർഭരണം, താഴേക്കടൽ മുതൽ മേൽത്തട്ട് വരെയുള്ള CPM സഖാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും, അതുപോലെ തന്നെ ഈ പിരിവും പിടിച്ചുപറിയും കോറി മാഫിയകളും മണൽ മാഫിയകളും ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കണ്ട് ജനം ഒരിക്കലും ഇനി CPM കേരളത്തിൽ ഭരണത്തിൽ വരാൻ പാടില്ല എന്നുള്ളൊരു വിധിയെടുത്താണ് ഇന്ന് കേരളത്തിൽ വോട്ടെണ്ണിലൂടെ തെളിഞ്ഞത്. വളരെ ദയനീയമായിട്ടുള്ളൊരു പരാജയമാണ് CPM ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിലെ ഏക ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനം അവരെ കൈവിട്ടു. ഇനി ഒരിക്കലും കേരളത്തിൽ CPM തിരിച്ചു വരില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂർ ജില്ല നൽകിയ പ്രഹരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ണൂർ ജില്ലയില് ഇന്ത്യയിൽ തന്നെ CPM-ന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയാണ്. CPM-നെ കുറിച്ചല്ലാതെ മറ്റൊന്ന് ചിന്തിക്കാവോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമില്ലായിരുന്ന ജില്ലയായിരുന്നു പാർട്ടിയുടെ കുത്തക ജില്ലയായ പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ വിമതനായി മത്സരിച്ച, അല്ലെങ്കിൽ ഐക്യജനാധിപത്യങ്ങളുടെ സപ്പോർട്ടോട് മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ അവിടെ വലിയ മാർജിൻ ജയിക്കുന്നു. അതിലുപരിയായിട്ട് തളിപ്പറമ്പ്, ഇതേ സെയിം മാനസികാവസ്ഥയുള്ള തളിപ്പറമ്പ് അവിടെ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ പോലെ TK ഗോവിന്ദൻ മാസ്റ്റർ അവിടുന്ന് ജയിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പയ്യന്നൂരിൽ പോയവരാണ്. എനിക്ക് അവിടുന്ന് കിട്ടിയ ചില നിരീക്ഷണങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട ബി.ജെ.പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നൽകിയ വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ അവിടെ പയ്യന്നൂർ, തളിപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ഒരാൾക്കും CPM-നെതിരെ പ്രവർത്തിക്കാൻ പോലും പറ്റത്തില്ല. 10 മണി കഴിഞ്ഞാൽ പല ബൂത്തിലും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പോലീസുകാരും ഈ ബൂത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം CPM സപ്പോർട്ടാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് മൗനമായ രീതിയിൽ ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ ഈ പാർട്ടിനെ എഴുത്തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കൊല്ലം അങ്ങനെയുള്ള ജില്ലകൾ വേറെ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ഇത് പോകാതെ പറയുന്നു, CPM-ന് തിരിച്ചു വരാൻ അസാധ്യമാണ്. താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന CPM-ന് ആളില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ വൻ പരാജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, CPM-ൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന, CPM-ന്റെ ആശയപരമായും ആദർശപരമായും പ്രവൃത്തിയിലും ഒരു തരത്തിൽ പോലും ജനങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒപ്പം നിൽക്കാൻ ഇപ്പോൾ സഖാക്കൾ ഇല്ലെന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ആ സഖാക്കളില്ലായ്മ ഇവരുടെ കരുത്തിനെ വലിയ രീതിയിൽ ചോർത്തി കളഞ്ഞു. അപ്പോൾ ആ പറയുന്ന CPM-ൽ നിന്ന് വരുന്ന അവരുടെ സഹയാത്രികരും അവരുടെ പാർട്ടി പ്രവർത്തകരുമായ വലിയൊരു സംഘം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ട ഈ വോട്ടെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം അവർക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഇല്ല. അവരെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ വളർച്ചയ്ക്കും ദേശീയതയ്ക്കും ലോകത്തിന് മുമ്പിൽ ഈ രാജ്യം നൽകിയ വലിയ രീതിയിലുള്ള സാമ്പത്തിക കുതിപ്പ് 4ാം സ്ഥാനത്തേക്ക് എത്തിച്ച കേന്ദ്ര സർക്കാരും ഉത്തരേന്ത്യയിലും കേരളത്തിന് വെളിയിലും വരുന്ന വലിയ രീതിയിലുള്ള വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി, ബി.ജെ.പിയെ കുറ്റപ്പെടുത്തി നാടകങ്ങളും കപട മെസ്സേജുകളും വാർത്തകൾ നൽകി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ഇനി കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ചേരില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് ആ പാർട്ടിക്ക് അവരുടെ മന്ത്രിമാരിൽ തന്നെ ഭൂരിപക്ഷം, മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 പേരെ
വിജയിച്ചിട്ടുള്ളൂ. തോൽക്കാനുള്ള കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തവണ 52,000 വോട്ട് ധർമ്മടത്ത് നേടിയിരുന്നു ഭൂരിപക്ഷമായിട്ട്. എന്നാൽ അദ്ദേഹം ആദ്യത്തെ 7 റൗണ്ടിൽ പുറകിൽ നിന്നു. അദ്ദേഹം തോറ്റതുപോലെയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത്. ഇതേ രീതിയിലുള്ള ഒരു വിടവാങ്ങൽ കേരളത്തിലെ ഒരു CPM മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ജനങ്ങൾ അതുപോലെ വെറുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടൻ മുതൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾ ഉത്തരകൊറിയയിലാണോ എന്ന് സംശയിച്ചു പോകും. കാരണം പിണറായി വിജയൻ അല്ലാണ്ട് മറ്റാരുണ്ട് എന്നുള്ള ചോദ്യമായിട്ടുള്ള വലിയ ഹോർഡിങ്സുകൾ. അത് ഏതാണ്ട് 4-4.5 കോടി വരുന്ന നമ്മൾ മലയാളികളെ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യം. നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യും, വേറൊരാളില്ല എന്നാ അവർ പറയുന്നത്. അതിനെതിരെ കൂടെയുള്ള ഞാനത് പണ്ടേ തന്നെ ഒരു ചാനൽ ചർച്ച പറയുക, അതിനെതിരെ നാട്ടിൽ ആളുണ്ട് എന്നുള്ളത് തെളിയിക്കുകയായിരുന്നു. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ച ഈ 3 സീറ്റും അതിനോടൊപ്പം ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിരിക്കുന്ന ഈ വോട്ട് ഷെയറും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPM പ്രത്യേകിച്ച് ഇനി കേരളത്തിൽ ഭരണത്തിൽ വരുന്നില്ല. ഇനി ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ 102 സീറ്റ് ഭൂരിപക്ഷം കിട്ടും. നമുക്കറിയാം കോൺഗ്രസ് ഒരിക്കലും സമാധാനത്തോട് ഭരിക്കുന്നില്ല. അവരുടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യവസ്ഥയില്ല. ഇനിയിപ്പോ ഇന്നും നാളെ ആയിട്ടൊക്കെ വലിയ വിഷയങ്ങളായിരിക്കും. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണത്തിലേക്ക് BJP അടുക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സമ്മേളനം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി എന്നുള്ളതാണ് എനിക്ക് ആദ്യം കണ്ടെന്ന് പറയാനുള്ളത്. സർ, ഒരു കാര്യം കൂടി, ഈ നമ്മുടെ ശബരിമല വിഷയം ഉണ്ടായപ്പോഴാണ് ഈ CPM പറയുകയാണെങ്കിൽ ഈ ഹിന്ദു സമുദായങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ ഉള്ള ഒരു പാർട്ടിയാണ് CPM, അങ്ങനെ തന്നെ പറയണം. പക്ഷെ ശബരിമല വിഷയത്തിന് ശേഷമാണ് അതിൽ വലിയ അകൽച്ച ഉണ്ടായത്. പിന്നീട് വലിയ ന്യൂനപക്ഷ പ്രേമം CPM എടുത്തണിഞ്ഞു. പിന്നീട് അവർ തിരിച്ചറിഞ്ഞു ഭൂരിപക്ഷ സമുദായം തങ്ങളെ വിട്ടുപോകുന്നു. പിന്നെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നത്. പക്ഷെ ഈ തന്ത്രം ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അത് അടപടലം പാളി. അതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ 100% കൃത്യമായ രീതിയിലുള്ള ഒരു വസ്തുതയാണ്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്ന ആദ്യ ദിവസം ഒരു ചാനൽ ഡിബേറ്റിൽ പതിവായി പങ്കെടുത്തിട്ടാണ് ഞാൻ അന്ന് മുതൽ തന്നെ, അന്ന് ഞാൻ CPM-ലായിരുന്നു, അന്ന് മുതൽ തന്നെ ഈ ശബരിമല കൊള്ളക്കാർ ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് പത്മകുമാരനെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യണം, നിയമപരമായ രീതിയിൽ ശിക്ഷിക്കണം എന്നൊരു നിലപാടെടുത്തിട്ടാണ് ഞാൻ. കാരണം ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതു സമ്പത്താണ്, ഒരു ആധ്യാത്മിക ഒരു സമ്പത്താണ്. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു മതേതര, ലോകത്തിന് മുമ്പിലുള്ള ഒരു മതേതര സ്ഥാപനമാണ് നമ്മുടെ ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയിലെ സ്വർണം, ആരാധ്യനായ അയ്യപ്പന്റെ സ്വർണം പട്ടാപ്പകല് കട്ടെടുത്തോണ്ട് പോകുന്നവരോട് ആർക്കും പൊറുക്കാൻ പറ്റുന്നില്ല. ഏത് ആശയമായിട്ട് യോജിച്ചു വന്നാലും എന്റെ നിലപാടായിരുന്നു. അതുപോലെ മുനമ്പം വിഷയത്തിൽ പോലും ഞാൻ മുനമ്പത്ത് ഈ വക്കപ്പോടിനെതിരെ ചാനൽ ചർച്ച ചെയ്തതാണ്. എനിക്കത് താക്കീത് കിട്ടിയ പാർട്ടിയാണ്. പക്ഷേ ഞാനത് കയറി. ഞാൻ പറയാൻ കാരണം തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളായ സഹോദരങ്ങളിലും അല്ലാത്തവരിലും വലിയ വേദന ഉണ്ടാക്കി. അതിനൊരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ ആ കളവിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം. യാതൊരു തർക്കവും. നിങ്ങൾ നോക്കും, മധ്യ തിരുവിതാംകൂറിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കും. കണ്ണൂരൊക്കെ തളർന്നു പോയെങ്കിലും മധ്യ തിരുവിതാംകൂറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അത് വളരെ വ്യക്തമാണ്. അത് തന്നെ ഒരു പരിധിവരെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊള്ളക്കാരെ പരിരക്ഷിക്കാൻ, ആ വാർത്തകൾ തമസ്കരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ പലകിടഞ്ഞ് ശ്രമിച്ചു. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി അന്ന് മുതൽ പറയുന്നത് എന്താ, ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എന്തായാലും പറയുന്നത് ഇവന്മാരെ കസ്റ്റഡിയിൽ എടുക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ മൗനം പാലിച്ചെന്നുള്ള നുണകൾ പോലും, അങ്ങനെ നരേറ്റീവ് പോലും കേരളം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചു. ഇതൊക്കെ പച്ചക്കള്ളങ്ങളാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഇവർ ഏതെല്ലാം രീതിയിലുള്ള നുണകൾ പ്രചരിപ്പിച്ച് ഈ വർഗീയത, ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയത തെരഞ്ഞെടുപ്പിൽ പുറത്തുവിട്ടതാരാ, വർഗീയ പ്രചരണങ്ങൾ നടത്തിയതാരാ? അത് CPM അല്ലേ, LDF അല്ലേ? STP എന്ന് പറഞ്ഞ സംഘടന എന്താ? STP എന്ന് പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണ്, ദേശവിരുദ്ധ സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു ഭാഗമാണത്. ആ സംഘടനയെ, ആ ദേശവിരുദ്ധ രാജ്യവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തങ്ങളോടൊപ്പം ചേർന്ന് സഖ്യകക്ഷിയെ പോലെ നിന്നവരാരാ? അവരുടെ വോട്ട് നേടുകയും ചെയ്തവരാ? ഇതേ CPM ആണ്. ലജ്ജയില്ലാതെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ തമിഴ്നാട്ടിൽ എങ്ങനെയാ മത്സരിക്കുന്നത്? SDPയും കോൺഗ്രസും CPM-ഉം DMK-യും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ഇവർ പരസ്പരം വോട്ട് ചെയ്താണ് മത്സരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അതിനുള്ള തിരിച്ചടിയാണ് ഇവർക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താങ്കളുടെ ചോദ്യം വളരെ റിലവന്റ് ആണ്.
ശബരിമല തീവട്ടിക്കൊള്ള തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള വേദന അമർഷവും ഉളവാക്കിയിട്ടുണ്ട്. അതാണ് ഇവരെ അടപടല തകർത്ത് കളഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഭരണകാലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. താനതിൽ ക്ഷമയോദിക്കണമെന്ന് പറയാൻ ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തത് എന്താ? വലിയൊരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഘം നടത്തി, ഇപ്പൊ കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തി. അതിലൂടെ അത് തന്നെ കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ വർഗീയത പരസ്പരം പറയുകയും വർഗീയതയുടെ പേരിൽ എന്ത് വൃത്തികൾ പറയുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ കേരളം പുറന്തള്ളി എന്നുള്ളതാണ് വസ്തുത. ഇനി അവർ ഒരിക്കലും തിരിച്ചു വരത്തില്ല. കേരളം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം ചേരും. BJPയുടെ ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടാകുന്നുള്ളതിനാൽ എല്ലാ തെളിവുകളും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. മുമ്പ് നേമത്ത് O രാജഗോപാൽ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഒരു സാത്വികനായിരുന്നു, വളരെ ശാന്ത സ്വഭാവമുള്ള ആളായിരുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. BJP സംസ്ഥാന അധ്യക്ഷൻ വരുന്നു, V മുരളീധരൻ വരുന്നു, രണ്ട് ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിമാർ സഭയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ചാത്തന്നൂരിൽ നിന്ന് ഒരു ജനപ്രതിനിധി കൂടി വരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ആരാകും? പിണറായി വിജയൻ ആകേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാര്യം BJPയുടെ രണ്ട് ഹെവി വെയ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് അത്തരത്തിൽ പ്രമുഖനായ ഒരു നേതാവിനെ ഒന്നെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയന് തുല്യനായ മറ്റൊരാൾ. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് നേതാക്കളുടെ രാജീവ് ചന്ദ്രശേഖരന്റെയും അതേപോലെ V മുരളീധരന്റെയും സാന്നിധ്യം, അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും ഇന്ത്യയിൽ കഴിവ് തെളിയിച്ച കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കഴിവ് തെളിയിക്കുകയും ജനങ്ങളുടെ മതിപ്പ് നേടിയ രണ്ട് വലിയ നേതാക്കന്മാരാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരജിയുടെ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ തന്റെ സെൽഫ് ബ്രാൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡായിട്ട് തന്നെ മാറി, ഒരു ടെക്നോഗ്രാഫർക്കായി ഒരു എന്താ പറയുക ഒരു വലിയ രീതിയിൽ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു 3 മാസം മുമ്പ് ഇന്ത്യയിൽ AI സമ്മിറ്റ് നടന്നു, വേൾഡ് AI സമ്മിറ്റ്. 95ഓളം രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും അതുപോലെ തന്നെ 120ഓളം AI മാനുഫാക്ചറിംഗ് കമ്പനികളുടെ അല്ലെങ്കിൽ AI സ്ഥാപനങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ജർമ്മനിയുടെ ചാൻസലറും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്താണ് AI സമ്മിറ്റ് എന്ന് പറയുന്നത്. ആ AI സമ്മിറ്റ് ഇന്ത്യയിൽ നടത്തി ഇന്ത്യയിലേക്ക് ഏതാണ്ട് അതിന്റെ റിസൾട്ട്, അതിന്റെ ഭാവി ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ AI കമ്പനികളും അതിന്റെ മറ്റ് ഇതര സബ്സിഡിയറി കമ്പനികളും ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് അടിത്തറയിട്ടത് ആരാന്നറിയോ? കഴിഞ്ഞ പിണറായി മോഡി മന്ത്രിസഭയിലെ ഇലക്ട്രോണിക് വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന സഹമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ്. ഉത്തരേന്ത്യ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്ത്, കേരളത്തിൽ 1-2 മാധ്യമങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ബഹുമാനം മറച്ചു വെച്ച് ഈ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ, ഇപ്പം V മുരളീധരൻ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി വരെയായിരുന്നു, പാർലമെന്ററി സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളും ഇന്ത്യക്കാരായിട്ടുള്ള വെളിയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതും നമുക്കറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, യമനിൽ കുടുങ്ങിയ നേഴ്സുമാരെ തിരിച്ചു കൊണ്ടിരുന്നതിൽ അദ്ദേഹം മുൻകൈ എടുത്ത നൈപുണ്യമൊക്കെ ഉള്ള കഴിവുള്ള അവരുടെ നിയമസഭയിലെ സാന്നിധ്യം ഈ പ്രതിപക്ഷത്തിന്റെ 10-35 ആളുകളെക്കാളും കൂടുതലും പ്രതിഫലിക്കും. കാരണം അവരുടെ ശബ്ദം അത്രയും ഉയരും. അത് നമ്മുടെ നിയമസഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത ഒരിക്കലും പിണറായി വിജയൻ അങ്ങനെ ചെറിയ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കത്തില്ല. ഒരുപക്ഷെ അദ്ദേഹം നിയമസഭ രാജിവെക്കാൻ പോലും തയ്യാറാകും. കാരണം അധികാരമില്ലാതെ കൊണ്ട്, അധികാരത്തിന്റെ രാജകീയ സുഖമില്ലാതെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ കോടാനുകോടികൾ മുടങ്ങി കേരളത്തിൽ ഈ പരസ്യ ദൂർത്തുകൾ നടത്തി തനിക്ക് വീണ്ടും തിരിച്ചു വരാൻ ഒരു രാജകീയ ജീവിതം അദ്ദേഹം നയിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി പ്രതിപക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള മറ്റൊരു ചിലപ്പോൾ ബാലഗോപാലിനെ പോലെ ഒരാൾ വന്നിരിക്കാം. പക്ഷെ അവരെക്കാൾ ഒക്കെ ഉപരി കേരളത്തിന്റെ ശബ്ദമായി, കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി, വികസനത്തിന്റെ ശബ്ദമായി, കേന്ദ്ര സർക്കാരിന്റെ ശബ്ദമായി, ജനങ്ങളുടെ ശബ്ദമായി ഈ നിയമസഭയിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെയും അതുപോലെ തന്നെ V മുരളീധരന്റെ ആയിരിക്കും. യാതൊരു സംശയവും. നന്ദി.